ലാൻസ് ആംസ്ട്രോങ് മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. 1996 ഒക്ടോബറിലെ ഒരു ദിനം. അന്ന് അമേരിക്കയിലെ ചെറുനഗരത്തിൽ ഒരു പത്രസമ്മേളനം നടന്നു. ലോകപ്രശസ്തനായ സൈക്കിളോട്ടക്കാരൻ ലാൻസ് ആംസ്ട്രോങ് ആണ് പത്രസമ്മേളനം നടത്തിയത്. അവിടെ ആംസ്ട്രോങ് പറഞ്ഞ കാര്യം എല്ലാവരെയും ഞെട്ടലോടെയാണ് കേട്ടത്. തനിക്ക് മാരകമായ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. 1970 അമേരിക്കയിലെ ടെക്സസിൽ പ്ലാനോ എന്ന സ്ഥലത്താണ് ആംസ്ട്രോങ്ങിൻ്റെ ജനനം. തീരെ ചെറുപ്പത്തിൽ നീന്തലായിരുന്നു ആംസ്ട്രോങ്ങിന് താല്പര്യം. പിന്നീട് ഓട്ടവും നീന്തലും സൈക്കിളോട്ടവും ചേർന്ന ട്രയാത്ലൺ എന്ന മത്സരത്തിനോടായി ഇഷ്ടം. 13-ാം വയസ്സിൽ ട്രയാത്ലൺ ദേശീയ തലത്തിൽ വിജയം നേടി ആംസ്ട്രോങ്. സീനിയർ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ശ്രദ്ധ സൈക്ലിങ്ങിൽ മാത്രമാക്കി. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും സൈക്ലിംഗാണ് തൻ്റെ വഴിയെന്ന് ആംസ്ട്രോങ് മനസ്സിലുറപ്പിച്ചിരുന്നു. 1989 മോസ്കോയിൽ നടന്ന സൈക്ലിംഗ് ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ ആംസ്ട്രോങ് അമേരിക്കൻ ടീമിൽ അംഗമായി. 1991 അമേരിക്കയുടെ ദേശീയ അമച്വർ സൈക്കിൾ ചാമ്പ്യനായി. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 1993 ലോക ചാമ്പ്യൻഷിപ്പ് പട്ടം ഉൾപ്പെടെ 10 കിരീടങ്ങൾ ആംസ്ട്രോങ് സ്വന്തമാക്കി. അതേ വർഷം ആംസ്ട്രോങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈക്ലിംഗ് ടീം ലോകത്തിലെ ഏറ്റവും മികച്ച 5 ടീമുകളിൽ ഒന്നായി. സൈക്ലിങ്ങിൻ്റെ ഈറ്റിലമായ യൂറോപ്പിൽ തങ്ങിയ ആംസ്ട്രോങ് അവിടെയുള്ള മത്സരങ്ങളെല്ലാം കിരീടം വാരിയെടുത്തു. ലോകമെങ്ങും ആംസ്ട്രോങ്ങിന് ആരാധകരുണ്ടായി. പത്രങ്ങളിൽ ആംസ്ട്രോങ് നിറഞ്ഞു നിന്നു. അങ്ങനെ പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന കാലത്താണ് അദ്ദേഹം തനിക്ക് മാരകമായ അസുഖം ബാധിച്ചിരിക്കുന്നു എന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. ലോകം ഞെട്ടാതിരിക്കുന്നതെങ്ങനെ? വാർത്ത കേട്ടവർ ഒരു നിമിഷം ദൈവത്തെ ശപിക്കുക പോലും ചെയ്തിരിക്കണം. പിന്നീട് ആംസ്ട്രോങ്ങിൻ്റെ ചികിത്സയുടെ കാലമായിരുന്നു. രോഗവും ചികിത്സയും ആംസ്ട്രോങ്ങിനെ ആരോഗ്യം തകർത്തു. ആംസ്ട്രോങ്ങിൻ്റെ രോഗം ഭേദമാകില്ലെന്ന് പലരും പറഞ്ഞു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. കൃത്യം 5 മാസങ്ങൾക്ക് ശേഷം വളരെ പതുക്കെ പരിചലനം വീണ്ടും ആരംഭിച്ചു. ആംസ്ട്രോങ്ങിന് ഇനി ജീവിതമില്ല എന്ന് വിധിയെഴുതിയ ഡോക്ടർമാരെ അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിരുന്നു പിന്നീട് ലോകം കണ്ട അത്ഭുതം. 1998 മെയ്യിൽ ആംസ്ട്രോങ് ക്യാൻസറിനെതിരായ ആദ്യ വിജയം ആഘോഷിച്ചു. സ്പ്രിൻറ്റ് 56K ക്രിറ്റേറിയം ടൂർണമെൻറ്റിൽ ആംസ്ട്രോങ് ജേതാവായി. അതേ വർഷം ടൂർ ദ ലക്സംബർഗ്, ജർമ്മനിയിലെ റാഫത്ത് റൺഫാർത്ത്, കാസേറ്റ് ക്ലാസിക് ഇൻ ഒറിജിയോൺ എന്നീ മത്സരങ്ങളിലും അദ്ദേഹം വിജയിച്ചു. എന്നാൽ യഥാർത്ഥ വിജയങ്ങൾ ആംസ്ട്രോങ്ങിനെ തേടി വരുന്നതേയുണ്ടായിരുന്നുള്ളൂ. മലനിരകളും താഴ്വരകളും നഗരങ്ങളും സമതലങ്ങളും കടന്ന് 3000-ലധികം കിലോമീറ്റർ താണ്ടി ഫ്രാൻസിനെ വലം വയ്ക്കുന്ന സൈക്കിളോട്ടമാണ് ടൂർ ദ ഫ്രാൻസ്. ഇതിനിടയിൽ ഭക്ഷണത്തിനും മറ്റുമായി നിശ്ചിത സമയം സൈക്കിളിൽ നിന്നും ഇറങ്ങാവുന്നതാണ്. ഒരു മനുഷ്യൻ്റെ കായിക ശക്തി പരമാവധി പരീക്ഷിക്കപ്പെടുന്ന മത്സരമാണിത്. 1999 ടൂർ ദ ഫ്രാൻസിൽ വിജയം നേടിയത് മറ്റാരുമായിരുന്നില്ല. ഇനിയൊരു ജീവിതമില്ലെന്ന് ചിലരെങ്കിലും വിധിയെഴുതിയ ലാൻസ് ആംസ്ട്രോങ് തന്നെ. തുടർച്ചയായ 6 വർഷം ആംസ്ട്രോങ് ടൂർ ദ ഫ്രാൻസ് 1-ാം സ്ഥാനം നേടി. 2005 വിജയത്തോടെ അദ്ദേഹം വിരമിച്ചു. 2009 ടൂർ ദ ഫ്രാൻസ് സൈക്ലിംഗ് ടൂർണമെൻറ്റിലെ മടങ്ങിയെത്തിയെങ്കിലും 3-ാം സ്ഥാനമായിരുന്നു ലഭിച്ചത്. അമ്മ ലിൻഡയുടെ പ്രോത്സാഹനമില്ലായിരുന്നെങ്കിൽ അവസാനിച്ചേനെ ആംസ്ട്രോങ്ങിൻ്റെ കായിക ജീവിതം. വിധിയോടും പരാജയങ്ങളോടും പൊരുതാൻ ആദ്യം മുതൽ ആംസ്ട്രോങ്ങിന് കരുത്ത് പകർന്നത് അമ്മയാണ്. ക്യാൻസറിനെ പൊരുതി കീഴടക്കിയ ആംസ്ട്രോങ്ങിൻ്റെ കഥ കായിക താരങ്ങൾക്ക് അന്നും ഇന്നും ആവേശം പകരുന്നു. ശരീരത്തെ കാർന്നു തിന്ന ക്യാൻസറിനോട് പടവെട്ടി നേടിയ ആംസ്ട്രോങ്ങിൻ്റെ ജീവിതം വൈദ്യശാസ്ത്രത്തിൻ്റെയും അത്ഭുതമാണ്. മരണക്കിടക്കൽ നിന്ന് വിജയപാതയിലേക്ക് ചവിട്ടിക്കേറിയ ആംസ്ട്രോങ്ങിൻ്റെ മുന്നേറ്റത്തെ BBC ചാനൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: മരണത്തിൽ നിന്ന് ഈഫിൽ ഗോപുരത്തിലേക്ക്.